അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിനെ മുൻപോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണേ. ചെറിയ വീഡിയോസാണ്. അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിച്ചത്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ടക്കറിക്ക് വേണ്ടിയാണ് കേട്ടോ. സവാളയൊന്നും നല്ലപോലെ വേവിച്ചെടുക്കാനാണ്. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് സവാള വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചട്ടിക്കകത്തൊന്നിട്ട് വയറ്റി എന്തോന്നും ആവണ്ട. കുക്കറിനകത്താകുമ്പോൾ അതിൻ്റെ കൂട്ടുകളെല്ലാം കൂട്ടിക്കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരിയൊക്കെ ഇട്ട് സവാളയൊന്നും വേവിച്ചെടുക്കാനാണ് ഞാൻ കുക്കറി വെച്ചിരിക്കുന്നത്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ മസാലയെല്ലാം അതിനകത്തോട്ട് കൂട്ടി ഞാനൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ അത് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്താൽ എന്താണെന്നറിയാവോ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും അതിനകത്ത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് മുട്ട വേവിച്ചതിൻ്റെയാണ് കേട്ടോ ആ കുക്കറിൻ്റെ മേളിൽ അങ്ങനെ എന്തോന്ന് കാണുന്നത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചുകൊണ്ട് വരാനാണ്. അപ്പോൾ അതിനകത്തോട്ടും ഇതുപോലെ എല്ലാ കൂട്ടുകളൊക്കെ കൂട്ടി ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാനത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ തേങ്ങ ഞാൻ അരച്ച് വെച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ മുട്ട 4 മുട്ട എടുത്തിട്ടുണ്ട്. ആ 4 മുട്ടയും ഇതുപോലെ തോടെല്ലാം കളഞ്ഞു. അതും ക്ലിയർ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ടക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോണേ. കുക്കറിലെ മസാല എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കറിച്ചട്ടിക്കകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് മുട്ട ഞാൻ 2 ആക്കി എടുത്തിട്ട് അത് ഞാൻ ആ മഞ്ഞക്കരു മാത്രമാണ് ഈ ചട്ടിയിലോട്ട് ഈ സവാളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. വേവിച്ച് വെച്ച സവാള ഉണ്ടല്ലോ അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ആ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതും ഇതിനകത്തോട്ട് ചേർക്കാം. അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ. നമുക്ക് ആ മുട്ടയുടെ മഞ്ഞക്കരു ഇല്ലേ അതിനകത്ത് ഉടച്ച് നല്ല രീതിയിലാക്കി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരാൻ നിൽക്കണ്ട, എന്നാലും നമുക്ക് ആ മുട്ടയുടെ വെള്ളക്കരു നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറിയൊക്കെ ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ കറി ഒരുവിധമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇടിയപ്പത്തിൻ്റെ പണി നോക്കണ്ടായോ? വേണ്ട, മാവെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ചുരുക്കിയെടുത്തൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ. അപ്പോൾ ഇടിയപ്പവും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടിയപ്പം എല്ലാം ഓക്കെ ആയി. മാവെല്ലാം സേവനായിക്കകത്ത് വെച്ച് പിന്നെ കറക്കിയെടുത്തു. അപ്പോൾ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. പിന്നെ വിളമ്പുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. കഴിക്കണ്ടായോ നമുക്കെല്ലാവർക്കും? അതിനായിട്ട് ഞാൻ പിന്നെ പ്ലേറ്റിലോട്ട് ഇടിയപ്പമൊക്കെ ഇട്ട് മുട്ടക്കറിയൊക്കെ ഒഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. അസ്സലാമലൈക്കും.